പൊന്നാനിയിൽ കഴിഞ്ഞ സർക്കാരുകൾ മാന്യമായ പരിഗണന നൽകിയിട്ടുണ്ടെന്ന് എംഎൽഎ KP നൌഷാദ് അലി. കഴിഞ്ഞ സർക്കാരുകൾ പൊന്നാനിക്ക് മാന്യമായ പരിഗണന നൽകിയിട്ടുണ്ടെന്നും അത് പലരുടെയും വ്യക്തിപരമായ ലക്ഷ്യം നേടുന്ന തരത്തിൽ വെട്ടിപ്പൊളിക്കരുതെന്നും താലൂക്ക് സഭാ യോഗത്തിൽ എംഎൽഎ ആവശ്യപ്പെട്ടു. പൊന്നാനിയിലെ ഹാർബർ ഫിഷറീസ് വകുപ്പുകൾ ചിലരുടെ താൽപര്യങ്ങൾക്കും രൂപരേഖയ്ക്കും അനുസരിച്ചാണെന്നും സർക്കാരിന്റെ പദ്ധതികളും പണവും സ്വന്തം താൽപര്യങ്ങൾക്ക് അനുകൂലമായി ഒതുക്കിക്കളയുന്ന ബ്യൂറോക്രസി രാജ് അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ എംഎൽഎ KP നൌഷാദ് അലി പറഞ്ഞു. മുൻഗണനയുള്ള തുടർന്നുപോരുന്ന പദ്ധതികളെ അട്ടിമറിച്ച് പുതിയ ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോകാൻ ഒരുമിപ്പുണ്ടാകണമെന്നും എംഎൽഎ പറഞ്ഞു. യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികളും താലൂക്കിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. പൊന്നാനിക്ക് മതിയായ വിഹിതമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ലഭിച്ച കാര്യങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്ന കാര്യത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു നിർഭാഗ്യകരമായ വസ്തുതയാണ്. ആരെങ്കിലും തെറ്റായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചില സൂപ്പർവൈസറി ലാപ്സുകളൊക്കെ ആ വിഷയത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ എൻ്റെ ഒരു വീക്ഷണം, നമ്മുടെ മുൻഗാമികള് അവര് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനോട് മുഖം തിരിക്കാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിപോഷിപ്പിച്ച് അതിന് ഏതെങ്കിലും തരത്തിൽ എററുകൾ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അതിൻ്റെ ലക്ഷ്യം എന്താണോ അവിടെ എത്തിക്കാൻ ആവശ്യമായ ഇടപെടലുകളും നടപടികളും ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ കർമ്മ റോഡിന്റെ ഓരത്തായിട്ട് നമുക്ക് മറൈൻ മ്യൂസിയം ഉണ്ട്, നിലാ സംഗ്രഹാലയം ഉണ്ട്. അതിനകത്ത് തന്നെ വ്യത്യസ്ത ചെറിയ ചെറിയ കൺവെൻഷൻ സെന്ററുകളോ തിയേറ്ററുകളോ അങ്ങനെ പലതുമായിട്ട് മാറ്റാവുന്ന ഒരുപാട് നിർമ്മാണങ്ങളും പദ്ധതികളും ഫണ്ട് വിനിയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തുടക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു കൂട്ടായ ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടാവണം. അതിന് ഭരണതലത്തിൽ പിന്തുണയൊക്കെ ഉറപ്പാക്കുക എന്നുള്ള ദൗത്യമൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതേ ഉള്ളൂ.